പുണ്യം എന്ന വാക്ക് ആത്മീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്ന് നമുക്കറിയാം. ഒരു നിരീശ്വരവാദി പുണ്യം എന്ന വാക്ക് പൊതുവെ ഉപയോഗിക്കില്ല. അവനെ സംബന്ധിച്ച് പാപവും പുണ്യമൊന്നും ഇല്ല, അതൊക്കെ മനുഷ്യൻ്റെ തോന്നലാണെന്നാണ് അവൻ പറയുക. എന്നാൽ ആസ്തിക്യവാദികളെ സംബന്ധിച്ച് അങ്ങനെയല്ല. പാപവും പുണ്യമൊക്കെ അവർക്കുണ്ട്. പുണ്യം എന്ന് പറഞ്ഞാൽ വളരെ ശുഭകരമായത് അല്ലെങ്കിൽ പരിശുദ്ധമായതെന്നൊക്കെയാണ് അവൻ അർത്ഥം കൊടുക്കുക. പക്ഷെ ഇസ്ലാമിൽ അതങ്ങനെയല്ല. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ നിഘണ്ടു വേറെയാണ്. ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ അമുസ്ലിങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി അവരോട് യുദ്ധം ചെയ്യുന്നതാണ് പുണ്യം. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, ഹദീസ് വായിക്കാം. ഉർവത്തുൽ ബാരിക്ക് പറയുന്നു, തിരുമേനി അരുളി, കുതിരയുടെ നെറുകയിൽ ലോകാവസാനം വരെ നന്മ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്തിട്ട് ലഭിക്കുന്ന പുണ്യവും യുദ്ധത്തിൽ കൈവരുന്ന ധനവുമാണ് ആ നന്മ. സ്വഹീഹ് ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1196. അപ്പോൾ യുദ്ധത്തെ പുണ്യമായും യുദ്ധം ചെയ്ത് കൊള്ളയടിക്കുന്ന സമ്പത്തിനെ അനുഗ്രഹമായും കാണുന്നവരാണ് പ്രമാണം പഠിച്ച മുസ്ലിങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളൊന്നും ഒരുപക്ഷെ ഈ ഹദീസുകളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല, ഇതൊന്നും അറിയില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രമാണം പഠിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, പ്രമാണം പഠിച്ചിട്ടുള്ള മുസ്ലിങ്ങൾ, ഒസാമ ബിൻ ലാദനെ പോലെ അല്ലെങ്കിൽ ഇവിടെയൊക്കെയുള്ള മുല്ലാക്കന്മാരെ ഉസ്താദുമാരെ പോലെയൊക്കെ ഉള്ളവരെ, അവർക്കറിയാം ഇതൊക്കെ പുണ്യമാണ്. മറ്റു മതസ്ഥരെ ആക്രമിക്കുന്നത്, അവരെ കൊള്ളയടിക്കുന്നതൊക്കെ ഇസ്ലാമിക പ്രമാണമനുസരിച്ച് പുണ്യമാണെന്നുള്ളത്. ഈ 21-ാം നൂറ്റാണ്ടിലും അങ്ങനെ കരുതുന്ന മുസ്ലിങ്ങളുണ്ടെന്ന് ഐസിസിൻ്റെയും അൽ ഖ്വയ്ദയുടെയും താലിബാൻ്റെയും ബോക്കോ ഹറാമിൻ്റെയും അൽ ഷബാബിൻ്റെയും ഒക്കെ പ്രവൃത്തികൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കൊള്ളയടിക്കാൻ മുഹമ്മദിനെയും കൂട്ടരെയും പ്രേരിപ്പിച്ചത് എന്താണെന്നറിയണ്ടേ? ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മുഹമ്മദ് ഒരു സ്വപ്നം കണ്ടതാണ് കാരണം. ഹദീസ് ഞാൻ വായിക്കാം. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളോടുകൂടിയാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. അപ്രകാരം തന്നെ ശത്രുഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഉടലെടുത്ത ഭയം എനിക്ക് സഹായകരമായി തീർന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭൂലോകത്തെ ഖജാനകളുടെ എല്ലാം താക്കോലുകൾ ഒരാൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. തിരുമേനി പോയിക്കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ ഖജാനകളിൽ നിന്ന് ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1241. ഇത് CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയാണ്. ഭൂമിയിലെ സകല ഖജനാവുകളുടെയും താക്കോലുകൾ മുഹമ്മദിൻ്റെ കയ്യിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് മുഹമ്മദിനും മുസ്ലിങ്ങൾക്കും ഈ ഖജനാവുകളിൽ നിന്ന് ധനം വാരിയെടുക്കാമെന്നുള്ള ചിന്ത കൊണ്ടാണ് മുഹമ്മദും മുസ്ലിങ്ങളും മറ്റുള്ളവരെ കൊള്ളയടിച്ച് അവരുടെ അധ്വാന ഫലം കൊണ്ട് സ്വന്തം കുടുംബങ്ങളെ പോറ്റാൻ തുടങ്ങിയത്.